സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മസൂദ് നായർ എവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇറാൻ, അമേരിക്കൻ, ഇസ്രായേൽ യുദ്ധത്തിനെക്കുറിച്ച് എൻ്റെ ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. യുദ്ധം തുടങ്ങിയിട്ടൊരു മാസക്കാലം കഴിഞ്ഞു. ഇനി എത്ര കാലം നീണ്ടു നിൽക്കും എന്ന ആശങ്കയുണ്ട്. പക്ഷേ എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ ഇനി അധികകാലമൊന്നും നീണ്ടു നിൽക്കില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയ്ക്ക് ഫുഡ് സോൾജേഴ്സിനെ, മറൈൻസിനെയൊക്കെ പേർഷ്യൻ ഗൾഫിലേക്കൊക്കെ നീക്കിയിരിക്കുന്നു എന്നൊക്കെ കേട്ടു. പക്ഷേ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരം പറയേണ്ടി വരും. ആ സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിന് അദ്ദേഹം ഇങ്ങനെ സൈന്യത്തെ അയച്ച് പേടിപ്പിക്കുന്നുള്ളതല്ല. ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ ഗാഗ് ഐലൻഡ് പിടിച്ചെടുക്കാനായിട്ട് US മറൈൻസിനെ നിയോഗിക്കുമെന്നും. കാരണം അങ്ങനെ നിയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാമായിരിക്കും, പക്ഷേ കാഷ്വാലിറ്റീസ് വിൽ ബി വെരി ഹൈ. അത് കഴിഞ്ഞ് നിരന്തരം ഈ ഗാസയുടെ കാര്യം പറഞ്ഞ പോലെ അടുത്തൊരു 100 കൊല്ലം വേണമെങ്കിൽ ഇറാൻ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് വസ്തുതകൾ. ഇപ്പം യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളത് പ്രസക്തിയല്ല. എല്ലാ യുദ്ധങ്ങളിലും തോൽക്കുന്നത് എന്താ പറയുക, പാവപ്പെട്ട മനുഷ്യരാശിയാണ്. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇറാനിലെ ഒരു സ്കൂൾ കെട്ടിടത്തും ബോംബിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ച സംഭവം എത്ര കഠിനമാണ്. അപ്പോൾ യുദ്ധം വിദൂര ഭാവിയിൽ ഇതിനൊരു എന്താ പറയണ ഒരു തൽക്കാല ശമനമെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ ഈ അമേരിക്ക ആഗ്രഹിച്ച രീതിയിലുള്ള ഇറാനിയൻ ഭരണകൂടത്തിലൊരു വലിയ മാറ്റം ഉണ്ടാകില്ല. പക്ഷേ ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത്രയും തിയോക്രാറ്റിക് ഐഡിയോളജിയൊക്കെ ആയിട്ട് ഈ പുതുയുഗത്തിൽ ഉള്ള ഒരു ഭരണം, അത് ഭവിഷ്യത്തുകൾ ഇറാനിയൻ ജനതയ്ക്ക് മനസ്സിലാകാതിരിക്കും. അപ്പോൾ അവിടെ ഒരു വ്യക്തമായ ഒരു പാർലമെന്ററി ഡെമോക്രസി ഉണ്ടായില്ലെന്നുണ്ടെങ്കിലും ഡെമോക്രസിയുടെ വേരുകൾ കാര്യമായിട്ട് അൺലൈക്ക് ദി അറബ് കൺട്രീസ് ഊന്നിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചില വ്യത്യാസങ്ങളുണ്ടാകും. അത് ടുവേഴ്സ് ദ പോസിറ്റീവ് ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ട്രംപിൻ്റെ ഈ ചെയ്തികൾ ചിലർ പറയുന്നത് അദ്ദേഹത്തിന് വട്ടാണ്, അദ്ദേഹം അൺപ്രഡിക്റ്റബിളാണ് എന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. പക്ഷേ കാലം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഇതിനെ അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം വെനസ്വേല എന്ന് പറയുന്ന ഓയിൽ റിച്ച് കൺട്രി, ഒരു കാര്യമില്ലാതെ അവിടെ ആളുകളെ പട്ടിണി പാവങ്ങളാക്കി തീർത്ത ഒരു സിസ്റ്റം, അത് തച്ചുടച്ചില്ലേ. ക്യൂബയിൽ എത്ര കാലമായി ഞാനവിടെ പോയിരുന്നു. ആ ജനത ഇത് അർഹിക്കുന്നില്ല. അവിടെ എന്തെല്ലാമാണ് ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള കൊമ്പ് കോർക്കൽ അത് അവസാനിക്കുന്ന മട്ടിലേക്ക് നീങ്ങുകയാണ്. ക്യൂബ ചിലപ്പം അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞു എന്നൊക്കെ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു റിലേഷൻസ് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേട്ടം ക്യൂബയ്ക്കായിരിക്കും. കാരണം ടൂറിസം ലെവലിലൊക്കെ ഒരു കാലത്ത് ഹവാന ഹിൽട്ടണൊക്കെ എന്തായിരുന്നു, ആ നിലയിലേക്ക് നീങ്ങുകയാണ്. അപ്പം ഇതെല്ലാം ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പോസിറ്റീവ് ചെയ്തിയായിട്ട് ഭാവി ചരിത്രകാരന്മാർ വിലയിരുത്തില്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന വേറൊരു സംഭവം നടക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ എല്ലാം സുരക്ഷ, അതായത് അമേരിക്ക കോൺട്രാക്ട് എടുത്ത പോലെയാണ് ഉള്ള ബേസുകളെല്ലാം സ്ഥാപിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അതിനപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യം അപ്പോസ് വേർ ദി വിക്ടിംസ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സാമ്പത്തിക സാമൂഹ്യ ഒരുപാട് കാര്യങ്ങൾ താറുമാറായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിരിക്കുന്ന അമേരിക്കയുടെ റോളിൽ ചില വ്യത്യാസങ്ങൾ വരും. ആരായിരിക്കും ഇത് നികത്താൻ പോകുന്നത്? നമ്മൾ വളരെ വാം റിലേഷനാണെന്നൊക്കെ പറയുന്നത്, പക്ഷേ ആ ജാതീയ വർഗീയ മതപരമായ വ്യത്യാസമുണ്ട്. ഇതിൽ മുതലെടുക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ്. ഇപ്പം തന്നെ കേട്ടില്ലേ, ആക്ച്വലി പാകിസ്ഥാനാണ് ശരിക്ക് ഇതിലൊരു മീഡിയേറ്റർ ആ ലെവലിൽ അമേരിക്ക ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാനും സൗദിയുമായിട്ടൊരു യുദ്ധക്കരാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു കാലത്ത് നമുക്ക് പാകിസ്ഥാനെ അത്ര എളുപ്പം കയറി ആക്രമിക്കാനും നോക്കില്ല. അവർ ഇങ്ങോട്ട് ആക്രമിച്ചാൽ പ്രതിരോധിക്കണം. പക്ഷേ സൗദി അറേബ്യയുടെ സഹായം അവർ കരാറിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ
ഈ മറ്റ് ഗൾഫ് നാടുകളുമായിട്ടും ഉണ്ടാകും. അവിടെയെല്ലാം പാകിസ്ഥാന്റെ പ്രസൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകാൻ പോകുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഉള്ള രാജാക്കന്മാർ ഷെയ്ഖ്ഡംസിന് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല. ഇസ്ലാം ഒരു രാജാവിനെ അംഗീകരിക്കുന്നില്ല. ഇതാണ് ഇറാനിലെ ഷിയാകൾ അത് തത്വത്തിൽ അംഗീകരിക്കുകയും അവിടെ ഒരു രാജാവിനെ വാഴിക്കാൻ ഒക്കില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതല്ലല്ലോ ബാക്കി രാജ്യങ്ങളിൽ നടക്കുന്നത്. അവിടെയുള്ള രാജവാഴ്ചയ്ക്ക് എല്ലാം പിന്തുണയും കാര്യമായിട്ട് സപ്പോർട്ട് ഇത്രയും കാലമായിട്ട് അമേരിക്ക അങ്ങനെ ആ രീതിയിൽ കുളമാക്കിയിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കൽ ഇസ്രായേൽ സന്ദർശിക്കുമ്പം പല കാര്യങ്ങളും കണ്ടിട്ട് അവസാനം എൻ്റെ ക്രിറ്റിസിസം ഉൾക്കൊണ്ടു തന്നെ ഒരു ഗൈഡ്, വളരെ ഇൻഫർമേഷൻ ഉള്ള PhD കാര്യമൊക്കെയാണ്. അവൾ പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, ഈ മിഡിൽ ഈസ്റ്റിൽ ആകെയുള്ളൊരു ഡെമോക്രസി ഞങ്ങളാണ്. അതിനെനിക്ക് തർക്കിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിന് അമേരിക്ക സഹായിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായേനെ. അപ്പോൾ എൻ്റെ ഈ ആഗ്രഹം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.